കവിയേറ്റ് പെറ്റീഷൻ, കാവിയേറ്റ് എന്ന് പറയും, കവിയേറ്റ് പെറ്റീഷൻ. അതായത് കോടതിയിൽ ഇത് കവിയേറ്റ് പെറ്റീഷൻ എന്ന് നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഉപരി അത് എപ്പോഴും ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്കറിയണം. അതാണ് എൻ്റെ, അല്ലാതെ നിങ്ങളെ നിയമപരമായ ടേംസ് പഠിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അതായത് നിങ്ങൾക്കെതിരെ ഒരാൾ കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അത് എന്തെങ്കിലും അതിർത്തി തർക്കമോ മറ്റ് സിവിൽ കേസാണ്, അതിർത്തി തർക്കമോ അവരെന്തെങ്കിലും ഒരു ഇൻജങ്ഷൻ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് നേരെ ചെന്ന് കോടതിയിൽ ചെന്ന് പറയാം, എന്നെ കേൾക്കാതെ, എൻ്റെ ഭാഗം കേൾക്കാതെ തീരുമാനം എടുക്കരുത് എന്ന് കോടതിയോട് പറയണം, അല്ലേ? അതിനെ പറയുന്ന പേരാണ് കവിയേറ്റ് പെറ്റീഷൻ. ക്ലിയർ? അപ്പോൾ എന്താണ് കവിയേറ്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിവിൽ കേസുകളിൽ നിങ്ങളുടെ നൈബർ നിങ്ങളുമായിട്ട് തർക്കം, അവർ ഞാൻ നോക്കിക്കോ ഇപ്പം ഞാൻ സ്റ്റേ ഓർഡർ വാങ്ങിക്കാം എന്നൊക്കെ തർക്കിക്കുകയാണ്. അപ്പോൾ സ്റ്റേ ഓർഡർ വാങ്ങാനായിട്ട് അവർ ഏതെങ്കിലും വക്കീലിനെ പോയി അവരെന്ത് ചെയ്യും? തർക്കം വേണ്ട, നിങ്ങൾ ഒരുമിച്ച് പോകാനായിട്ട് പറയില്ല. അവർ സ്റ്റേ ഓർഡർ കക്ഷി എന്താ പറയുന്നത് അത് വക്കീൽ കേൾക്കും. കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അവരൊരു ഇൻജങ്ഷൻ ഓർഡർ വാങ്ങിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിർത്തിയിൽ നിങ്ങൾക്ക് വല്ല പണി അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്കൊരു സംശയം വരികയാണ്, നിങ്ങളുടെ എതിർകക്ഷി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇൻജങ്ഷൻ വാങ്ങാൻ എന്ന് സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉടനെ ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെറ്റീഷനാണ് കവിയേറ്റ് പെറ്റീഷൻ. എന്താണ് കവിയേറ്റ് പെറ്റീഷൻ? നിങ്ങൾ കോടതിയോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ കോടതിയോട് അപേക്ഷിക്കുകയാണ്. എന്താണ്? എൻ്റെ ഭാഗം കേൾക്കാതെ ബഹുമാനപ്പെട്ട കോടതി ഒരു തീരുമാനമെടുക്കരുത്. ദിസ് ഈസ് കോൾഡ് കവിയേറ്റ് പെറ്റീഷൻ. ക്ലിയർ?